മദ്യപാനം മലയാളികൾക്കിപ്പോൾ ആഘോഷങ്ങളുടെ ഭാഗമാണ്. ചെറിയ ബർത്ത്ഡേ പാർട്ടികൾ മുതൽ കല്യാണത്തിന് വരെയും കുപ്പി പൊട്ടിച്ചില്ലെങ്കിൽ എന്തോ അഭിമാനക്കുറവാണ് പലർക്കും. എന്തിനു പറയുന്നു, ഫാമിലി ഗെറ്റ് ടുഗദറിനും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഒന്നിച്ചിരിക്കുമ്പോഴും മദ്യപാനം ഒരു ശീലമായി മാറുകയാണ്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാകാം. ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ മദ്യപാന സൽക്കാരത്തിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. അല്പം സന്തോഷിക്കാനായി ഒത്തുകൂടുന്ന പാർട്ടികൾ പിന്നീട് ദുഃഖത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. കൊല്ലത്ത് മധ്യവയസ്കനെ സുഹൃത്ത് കൊലപ്പെടുത്തിയതും ചോറ്റാനിക്കരയിൽ അനുജനെ ജ്യേഷ്ഠൻ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതും മദ്യപാനത്തിനിടെയാണ്. ആ കേസുകളിലേക്ക് പോകും മുൻപ് നടൻ അജ്മൽ അമീറിൻ്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയണ്ടേ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നടൻ അജ്മൽ അമീറിൻ്റെ പേരിലുള്ള സെക്സ് ചാറ്റ് വീഡിയോയും ചാറ്റുകളുമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം വ്യാജമായി ഉണ്ടാക്കിയ കഥയും AI ഉപയോഗിച്ചുള്ള വോയിസും എന്നായിരുന്നു താരത്തിൻ്റെ വിശദീകരണം. അജ്മൽ ഫേസ്ബുക്കിൽ വിശദീകരണ വീഡിയോയുമായി രംഗത്തെത്തിയതോടെ അയാളുടെ കള്ളക്കഥകൾ ഒന്നൊന്നായി പൊളിയുന്നുണ്ട്. നിരവധി പെൺകുട്ടികളാണ് അജ്മൽ അമീറിൽ നിന്നും ദുരനുഭവം നേരിട്ടതായി കമൻറ്റിൽ അറിയിക്കുന്നത്. ഇയാൾ വീഡിയോ കോൾ ചെയ്തതായും പെൺകുട്ടികൾ വെളിപ്പെടുത്തുന്നു. അജ്മൽ കൂട്ടുകാരികൾക്ക് മോശം മെസ്സേജുകൾ അയച്ചതായും ചിലർ കമൻറ്റ് ചെയ്തു. സിനിമയിൽ അഭിനയിച്ച സഹതാരങ്ങൾക്കും മോശം അനുഭവം ഉണ്ടായതായി ആരോപണമുണ്ട്. ആരെങ്കിലും പോലീസിൽ പരാതി കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. AI എന്നും ഫാബ്രിക്കേറ്റഡ് എന്നും പറഞ്ഞ് ന്യായീകരിച്ച നടൻ അജ്മൽ അമീറിനെതിരെ കൂടുതൽ പെൺകുട്ടികൾ രംഗത്തെത്തുകയാണ്. മൂവി പ്രൊമോഷനിടയിൽ മെസ്സേജസ്, ഓഡിയോ കോൾ, വീഡിയോ കോൾ, മീറ്റ് ചെയ്യാൻ സ്ഥലവും സൗകര്യവും ഒരുക്കുക തുടങ്ങി നടൻ അജ്മൽ അമീറിൽ നിന്ന് പല പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. അജ്മൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിശദീകരണ വീഡിയോയ്ക്ക് പിന്നാലെയാണ് പെൺകുട്ടികൾ ഒന്നൊന്നായി അജ്മലിനെതിരെ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അജ്മലിൻ്റെ ദൃശ്യവും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നത്. വാട്സാപ്പ് കോളിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് പുറത്തു വന്നത്. തൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അതൊന്നും താൻ അറിയേണ്ടെന്നും താമസ സൗകര്യം ഒരുക്കിത്തരാമെന്നും പറയുന്നുണ്ട്. സിനിമയിൽ അഭിനയിച്ച സഹതാരങ്ങൾക്കും അജ്മലിൽ നിന്ന് മോശം അനുഭവമുണ്ടായതായി ആരോപണമുണ്ട്. അതേസമയം മെസ്സേജുകൾ തൻ്റെ അക്കൗണ്ടിൽ കൈകാര്യം ചെയ്തവർ അയച്ചതെന്നാണ് അജ്മലിൻ്റെ വാദം. സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നതെന്നും പരസ്പര സമ്മതത്തോടെ നടത്തിയ കാര്യം എങ്ങനെയാണ് അജ്മലിൻ്റെ മാത്രം കുറ്റമാകുന്നത് എന്നും ഒരു വിഭാഗം പറയുമ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം പൊതുസമൂഹം അറിയണമെന്ന മറുഭാഗം വാദിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കടക്കലിലെ ശശിയും രാജുവും അടുത്ത സുഹൃത്തുക്കളും അയൽവാസികളുമാണ്. രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇരുവരും ഒന്നിച്ചിരുന്ന് 2 സ്മോളൊക്കെ അടിക്കുന്ന പതിവുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് തെറിയും ബഹളവും കേൾക്കാം. എന്നാൽ കഴിഞ്ഞ രാത്രി ഇരുവരും തമ്മിലുള്ള മദ്യപാനത്തിനിടെ ഒച്ചപ്പാടും ബഹളവും കേട്ടിരുന്നു. പിന്നീട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശശിയെയാണ് ആളുകൾ ഓടിക്കൂടിയപ്പോൾ കണ്ടത്. വാക്കുതർക്കത്തിനിടെ രാജു സുഹൃത്തിനെ പട്ടിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമല്ല. ശശിയും രാജുവും അയൽവാസികളും സുഹൃത്തുക്കളുമാണ്. കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും അത് കയ്യാങ്കളിയിലേക്ക് മാറുകയുമായിരുന്നു.
സമീപത്ത് അടുക്കി വച്ചിരുന്ന പലക കഷ്ണങ്ങളിൽ ഒന്നെടുത്ത രാജു ശശിയുടെ തലയ്ക്കടിച്ചു. തുടർന്ന് രാജു ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആക്രമണശേഷം രക്തം വാർന്നു കിടന്ന ശശിയെ ഉടൻ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മദ്യപാനത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതക കാരണമെന്ന നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. എന്നാൽ തർക്കത്തിനുള്ള കാരണമെന്താണെന്ന് രാജുവിനെ പിടികൂടിയെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. പ്രതിക്കെതിരെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു. കൊലപാതക ശേഷം ഒളിവിൽ പോയ രാജുവിനായി തെരച്ചിൽ ഊർജിതമാക്കിയതായും കടയ്ക്കൽ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. മദ്യവും ലഹരിയും മനുഷ്യരുടെ മനോനില തെറ്റിക്കാം. ലഹരിക്കടിമകളായവർക്ക് സ്വന്തം മാതാപിതാക്കളെയും കൂടപ്പിറപ്പിനെയും പോലും തിരിച്ചറിയാൻ കഴിയില്ല. എറണാകുളം ചോറ്റാനിക്കരയിൽ മദ്യപാനത്തിനിടെ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കം അക്രമത്തിലാണ് കലാശിച്ചത്. തർക്കത്തിനൊടുവിൽ ചേട്ടൻ അനിയനെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സാരമായി പൊള്ളലേറ്റ അനുജൻ മണികണ്ഠൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഹോദരൻ മാണിക്കിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളായ മാണിക്കനും മണികണ്ഠനും കുറേ വർഷങ്ങളായി കേരളത്തിലെത്തിയിട്ട് ഇരുവരും ചോറ്റാനിക്കരയിലെ വാടക വീട്ടിലാണ് താമസം. കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർ തമ്മിൽ വാക്ക് തർക്കങ്ങളുണ്ടായി. ഈ തർക്കം അടിപിടിയിൽ കലാശിച്ചു. ഇതിനുശേഷം പുറത്തേക്ക് പോയ ചേട്ടൻ മാണിക്കൻ കുപ്പിയിൽ പെട്രോൾ വാങ്ങിയാണ് തിരിച്ചെത്തിയത്. പിന്നീടും തർക്കം തുടരുന്നതിനിടെ മാണിക്കൻ അനുജന്റെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു. മണികണ്ഠന്റെ ദേഹത്ത് 30% പൊള്ളലേറ്റിട്ടുണ്ട്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചോറ്റാനിക്കര പോലീസ് ഉടൻ തന്നെ മാണിക്കനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശ്രമത്തിന് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മണികണ്ഠൻ. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ മധുര സ്വദേശി ബെഞ്ചമിൻ അപകടകാരിയാണ്. ട്രക്ക് ഡ്രൈവറായ ഇയാൾ തമിഴ്നാട്ടിൽ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുന്നു. തെരുവിൽ കഴിയുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഇയാൾ അതിക്രമം നടത്തിയിരുന്നത്. കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറിയത് യുവതിയെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല, കവർച്ചയായിരുന്നു ലക്ഷ്യം. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ ആദ്യമായാണ് എത്തിയതെന്നും താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നാണ് കരുതിയതെന്നും ബെഞ്ചമിൻ പറയുന്നു. കേരളം തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ഇനിയും വരാൻ പദ്ധതിയിട്ടിരുന്നതായും പ്രതിയുടെ വെളിപ്പെടുത്തലുണ്ട്. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്വന്തം ലോറിയിൽ ലോഡുമായി സ്ഥിരമായി എത്താറുള്ള ആളാണ് പ്രതി ബെഞ്ചമിൻ. തോന്നക്കലിലെ ഗാരേജിലേക്ക് സാധനങ്ങളുമായി വന്ന പ്രതി കഴക്കൂട്ടത്താണ് തങ്ങിയത്. മോഷണമായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം ലോറിയിൽ കയറ്റിയ സാധനങ്ങൾ കഴക്കൂട്ടത്തിറക്കിയ ശേഷം മധുരൈ സ്വദേശിയായ ബെഞ്ചമിൻ വാഹനത്തിൽ കിടന്നുറങ്ങി. രാത്രിയിൽ ഹോസ്റ്റലിൽ കയറി മോഷ്ടിക്കാനായി ഇറങ്ങി. 2 ഹോസ്റ്റലുകളിൽ കയറി 500 രൂപയും ഇയർപാഡും എടുത്തു.
സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ഹോസ്റ്റലിലാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. ഈ ഹോസ്റ്റലിൽ കയറിയ ബെഞ്ചമിൻ മുറി തുറന്ന് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പുലർച്ചെ ലോറിയെടുത്ത ശേഷം സർവീസ് സെന്ററിലേക്ക് പോയി. അവിടെ വെച്ച് ജീവനക്കാരുമായി തർക്കമുണ്ടായി. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സർവീസ് സെന്ററിലെത്തി. സർവീസ് സെന്ററിലെ CCTVയിൽ നിന്നുമാണ് ബെഞ്ചമിന്റെ മുഖം തിരിച്ചറിഞ്ഞത്. കൊല്ലം തേനി വഴി മധുരയിലേക്ക് ലോറി പോയതായി മനസ്സിലാക്കിയ പോലീസ് സംഘം മധുരയിലെത്തി. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ലോറിയിൽ കണ്ട നമ്പറിലേക്ക് പോലീസ് വിളിച്ച് വാഹനം മാറ്റിയിടണമെന്നും ഉടൻ എത്തണമെന്നും ആവശ്യപ്പെട്ടു. ലോറിയുടെ സമീപത്തേക്ക് വന്ന ബെഞ്ചമിൻ സംശയം തോന്നി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കിലോമീറ്ററുകളോളം ഓടിയാണ് പ്രതിയെ ഷാഡോ സംഘം കീഴടക്കിയത്. തെരുവോരങ്ങളിൽ രാത്രി ഉറങ്ങിക്കിടക്കുന്ന യുവതികളെ ഇയാൾ ശല്യം ചെയ്യാറുണ്ടെന്നും ബെഞ്ചമിനെതിരെ തമിഴ്നാട്ടിലടക്കം നിരവധി കേസുകളുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ലേഡീസ് ഹോസ്റ്റലുകൾ പൊതുവെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥലമാണ്. പുരുഷന്മാരുടെ ഒളിഞ്ഞുനോട്ടമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. എന്നാൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും അല്പം ശ്രദ്ധയും ജാഗ്രതയും വേണം. മംഗളൂരുവിൽ കൂടെ താമസിക്കുന്ന പെൺകുട്ടികളുടെ കുളിമുറി ദൃശ്യങ്ങൾ ഒളിക്യാമറ വെച്ച് പകർത്തിയത് ഒരു യുവതിയാണ്. അശ്ലീല സിനിമാ നിർമ്മാണത്തിന് വേണ്ടിയാണ് ചിക്കമംഗളൂരു സ്വദേശിനി നിരക്ഷ ഈ വൃത്തികേട് കാട്ടിയത്. നിരവധി യുവാക്കളുമായി അശ്ലീല സംഭാഷണങ്ങൾ നടത്തി അവ റെക്കോർഡ് ചെയ്തും യുവതി ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഉടുപ്പി സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ നിരക്ഷ പിടിക്കപ്പെട്ടതോടെ മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഹണി ട്രാപ്പ് സംഘത്തെക്കുറിച്ചും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മംഗളൂരുവിലെ സർക്കാർ ആശുപത്രിയിൽ എക്സ്റേ ടെക്നീഷ്യനായ ഉടുപ്പി കാർക്കള സ്വദേശി അഭിഷേകാചാര്യയുടെ ആത്മഹത്യയാണ് വമ്പൻ ഹണി ട്രാപ്പ് അശ്ലീല വീഡിയോ നിർമ്മാണ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തറിയാനിടയാക്കിയത്. അഭിഷേകിനൊപ്പം ജോലി ചെയ്യുന്ന നഴ്സായ ചിക്കുമംഗളൂരു സ്വദേശിനി നിരീക്ഷയുമായി പ്രണയത്തിലായിരുന്നു. പുൽക്കോരി ഗുഡ്ഡയിലെ യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ക്ഷണിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന് യുവാവ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. പണം നൽകാത്തതിനെ തുടർന്ന് ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതോടെയാണ് അഭിഷേക് ആത്മഹത്യ ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ കൂടെ താമസിക്കുന്ന പെൺകുട്ടികളുടെ കുളിമുറി ദൃശ്യങ്ങളടക്കം ഇങ്ങനെ ചിത്രീകരിച്ചതായി കണ്ടെത്തി. തുടർന്നാണ് നിരക്ഷരയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ 5 రెడ్ పింక్ అందులో పాడవ ఎన్న మిత్తే ఫుల్ మనకు అబగా మళ్ళీ లక్కును ತಂಟೆ ಈ ಫುಲ್ ಎನ್ನ ಮೀರೇನ್ ಜುಂಬುನಾಗಿ ಆನ್ ನಿನ್ನ ಒಂದು ಫುಲ್ ಕೊಡ ಎನ್ನ ಮಿತ್ತೆ ಹರಿ ಪಣ್ಣದು ಫುಲ್ ಬೋಡು ವಿಜನೆ ಜಮಂತು ನಿಕ್ಕ ಲಕ್ಕದನ ಕೈಕಿತ್ತೆ നിക്ക ഉള്ളാക്കതീജ നിന്നാവും. നിരവധി യുവാക്കളുമായി അശ്ലീല സംഭാഷണങ്ങൾ നടത്തി അവ റെക്കോർഡ് ചെയ്തും യുവതി ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം അഭിഷേകും മറ്റൊരു യുവതിയും തമ്മിലുള്ള അശ്ലീല ദൃശ്യങ്ങളും ട്രൂത്ത് ഗ്രൂപ്പ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പിന്നിലും നിരക്ഷയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഹണി ട്രാപ്പ് സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തറിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 മംഗളൂരു. ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിലെ കാഴ്ചകൾ ഭയപ്പെടുത്തുന്നതാണ്. ലഹരി മാഫിയും പെൺവാണിഭ സംഘങ്ങളും കൊടും കുറ്റവാളികളുമൊക്കെ ഇവിടെ അതിഥി തൊഴിലാളികളെന്ന വ്യാജേന താമസിക്കുന്നുണ്ട്. ഇതോടെ നാട്ടുകാരുടെ സ്വൈര്യ ജീവിതവും തകർന്ന അവസ്ഥ. പെരുമ്പാവൂരിലെ പല പ്രദേശങ്ങളിലും
നിരവധി അനാശാസ്യ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. അതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതോടെ ഒടുവിൽ സഹികെട്ട് നാട്ടുകാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പെരുമ്പാവൂർ വെങ്ങോലയിലെ അനാശാസ്യ കേന്ദ്രത്തിലാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചത്. പിന്നീട് പോലീസ് എത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനക്കാരെ കസ്റ്റഡിയിലെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിലാണ് അനാശാസ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധം നടന്നത്. നാട്ടുകാരായ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ സംഘടിച്ചെത്തി വാഹനങ്ങൾ തടഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളെ എത്തിച്ചാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ഇവിടെ കുറെ നാളുകളായി അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അനാശാസ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നാട്ടുകാർക്ക് വലിയ ശല്യമായതോടെയാണ് പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയത്. അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. കളപ്പുറ കുഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഒരു റൂം 5-6 ഇവിടെ വച്ചിട്ടുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വേശ്യാലയങ്ങൾ നടത്തുന്ന പരിപാടിയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തടഞ്ഞിട്ടും പഞ്ചായത്ത് ഇടപെട്ടിട്ടും മെമ്പർ ഇടപെട്ടിട്ടും നാട്ടുകാർ ഇടപെട്ടിട്ടും നിൽക്കണില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് തടഞ്ഞു പിടിച്ച് 3-4 പേരെ പിടിച്ചിട്ടുണ്ട്. ഭായിമാർ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ വേശ്യാലയം നടത്തുകയാണ്. ഇതിനൊരു അറുതി വരുന്ന ഓർത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കുടുംബങ്ങൾ ഇഷ്ടംപോലെ വീടുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു വില്ലം വന്നിട്ടുണ്ട്, അവർക്കും ശല്യമാണ്. നാട്ടുകാരെല്ലാവരും കൂടെ ഒത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തിയത്. വെങ്ങോല പഞ്ചായത്തിലെ ബദനിക്കുരിശിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരോട് ഇവിടെ മാത്രമാണോ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന കെട്ടിട ഉടമയുടെ ചോദ്യം നാട്ടുകാരുമായി വാക്കേറ്റത്തിലെത്തിച്ചു. നാട്ടുകാർ ഉൾപ്പെടെ സംഘടിച്ചതോടെ സ്ഥലത്ത് പോലീസ് എത്തി. പിന്നീട് അനാശാസ്യ കേന്ദ്രത്തിലെത്തിയ സ്ത്രീകളെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ന്യൂസ് 18 പെരുമ്പാവൂർ. കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോൾ വെട്ടുകത്തിയും വടിവാളുമൊക്കെ ഉപേക്ഷിച്ച മട്ടാണ്. പകരം തോക്കാണ് ചെറുപ്പക്കാരുടെ പ്രധാന ആയുധം. അതിൽ ലൈസൻസ് ഉള്ള തോക്കും എയർ ഗണ്ണും കൈവശം കരുതുന്നവരുണ്ട്. അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളം അമേരിക്ക പോലെ കൈവിട്ടു പോകാം. തിരുവനന്തപുരം തമ്പാനൂരിൽ ചെറിയൊരു വാക്കുതർക്കത്തെ തുടർന്ന് യുവാവ് എയർ ഗൺ ചൂണ്ടി ഭീഷണി മുഴക്കി. ടാറ്റു ആർട്ടിസ്റ്റായ വള്ളക്കടവ് സ്വദേശി റോബിൻ ജോൺസണാണ് തിരയുള്ള തോക്ക് ചൂണ്ടിയത്. ഇയാളുടെ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്നുള്ള തർക്കത്തിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. കേസിൽ റോബിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. തമ്പാനൂരിലെ ബാറിൽ നിന്ന് മദ്യപിച്ച ശേഷമാണ് റോബിൻ കാർ ഓടിച്ചിറങ്ങുന്നത്. ഇതിനിടെ ഇരുചക്ര വാഹനത്തിലിടിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്ത് തർക്കമുണ്ടായി. ഇരുചക്ര വാഹന യാത്രക്കാരനെ പിന്തുണച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കമുള്ളവർ രംഗത്തെത്തി. സ്ഥലത്ത് ആള് കൂടിയതോടെ റോബിൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കുറുവൻകോണത്ത് ടാറ്റു സ്റ്റുഡിയോ നടത്തുകയാണ് റോബിൻ ജോൺ. ആളുകൾ അറിയിച്ചതുപ്രകാരം പോലീസ് സ്ഥലത്തെത്തി ഉടനെ റോബിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ലൈസൻസ് ഉള്ള തോക്കാണെന്നാണ് റോബിൻ പറയുന്നത്. എന്നാൽ ഇതുവരെ ലൈസൻസ് ഹാജരാക്കിയിട്ടില്ല. ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികളെ ലക്ഷ്യമിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ.
പോറ്റിയുടെ അടുത്ത സുഹൃത്തും സഹായിയുമായ ആനന്ദ സുബ്രഹ്മണ്യനെ SIT വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാളാണ് പോറ്റിക്ക് വേണ്ടി സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് സ്വീകരിച്ചതെന്നും ബംഗളൂരുവിൽ എത്തിച്ചതെന്നും വിവരമുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണവും പുരോഗമിക്കുകയാണ്. തെളിവെടുപ്പിന്റെ ഭാഗമായി പോറ്റിയെ ബംഗളൂരുവിൽ ഉൾപ്പെടെ വൈകാതെ എത്തിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നാളെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശ്വസ്തനും സുഹൃത്തുമായ അനന്ത സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഏതൊക്കെ തരത്തിലാണ് ഈ സ്വർണ്ണപ്പാളി ഈ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അടക്കം അനന്ത സുബ്രഹ്മണ്യൻ സഹായിച്ചത് എന്ന കാര്യമാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത്. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ കോടതിയിൽ സമഗ്രമായ ഒരു പ്രാഥമിക റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ കൃത്യമായി എടുത്തു പറയും. അതോടൊപ്പം ഇനി അന്വേഷണത്തിന്റെ ഗതി എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച സൂചനകളും റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാരായിരുന്ന മുരാരി ബാബുവിനെയും അതോടൊപ്പം സുനിൽകുമാറിനെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. ബംഗളൂരുവിൽ ഗൂഢാലോചന നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് ഉടൻ തന്നെ നടത്താനുള്ള നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തിടുക്കപ്പെട്ട നടപടികളിലാണ് SIT. പകൽ സമയങ്ങളിൽ നാട്ടിൽ കറങ്ങി നടന്ന വീടുകൾ നിരീക്ഷിക്കും. രാത്രിയിൽ കവർച്ച. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷയിലെത്തിയ കവർച്ചാ സംഘം സൈക്കിൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. ഒരു സൈക്കിൾ മാത്രമാണ് നഷ്ടപ്പെട്ടതെങ്കിലും പോലീസ് പ്രതികളെ കണ്ടെത്താൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. ഒടുവിൽ കള്ളന്മാരെ പൊക്കുകയും ചെയ്തു. വീടിന്റെ സിറ്റൗട്ടിൽ വെച്ചിരുന്ന 6ാം ക്ലാസ്സുകാരന്റെ സൈക്കിൾ മോഷ്ടിച്ച കേസിലാണ് 2-അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തത്. വർക്കല മുട്ടപ്പലം മുരിങ്ങവിള വീട്ടിൽ സിറ്റൌട്ടിൽ സൂക്ഷിച്ചിരുന്ന 6ാം ക്ലാസ്സുകാരന്റെ സൈക്കിളാണ് സംഘം മോഷ്ടിച്ചത്. വിലപിടിപ്പുള്ള സൈക്കിളായതിനാൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോലീസ് പ്രതികളെ കണ്ടെത്തിയത്. വർക്കല സ്വദേശികളായ സബീർ, നസീർ എന്നിവരാണ് അയിരൂർ പോലീസിന്റെ പിടിയിലായത്. ഓട്ടോറിക്ഷയിലാണ് പ്രതികൾ സൈക്കിൾ കടത്തിയത്. ഒളിവിൽ പോയി മൊബൈൽ സിം കാർഡുകൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പോലീസിനെ വെട്ടിലാക്കിയിരുന്നു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് പ്രതികളെ പിടികൂടിയത്. സൈക്കിൾ കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ വർക്കല കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 വർക്കല. നമ്മുടെ നാട്ടിലെ പല പ്രദേശങ്ങളിലും ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ആളുകളെ കാണാറുണ്ട്. പലരും അംഗപരിമിതരോ കാഴ്ച വൈകല്യമുള്ളവരോ മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ ആകാം. എന്നാൽ ഇതിൽ തട്ടിപ്പുകാരമുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. മലപ്പുറം വളാഞ്ചേരിയിൽ കാഴ്ചയില്ലാത്തവനെന്ന് നടിച്ച് ഭിക്ഷാടനം നടത്തി വന്ന മധ്യവയസ്കനെ നാട്ടുകാർ പിടികൂടി. കോട്ടയം സ്വദേശി ഹംസയെയാണ് നാട്ടുകാർ ഏറെ നാൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ പിടികൂടി നാടുകടത്തിയത്. കാഴ്ചയില്ലാത്ത ഹംസയുടെ ബാഗിൽ കണ്ണാടിയും ചീപ്പും കത്രികയും എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ പോലീസിനെ അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് വിട്ടയച്ചത്. കഴിഞ്ഞ 2 മാസമായി വളാഞ്ചേരിക്ക് പരിചിതനാണ് കോട്ടയം സ്വദേശി ഹംസ. കറുത്ത കണ്ണട വെച്ച് കാഴ്ചയില്ലാത്തവൻ എന്ന് പറഞ്ഞു വന്ന ഹംസ കൈ നീട്ടിയപ്പോഴൊന്നും നാട്ടുകാർ നിരാശനാക്കിയില്ല. കാഴ്ച പരിമിതിയുള്ള ആളെന്ന പരിഗണനയും സഹതാപവും
നാട്ടുകാരിൽ നിന്ന് പിടിച്ചുപറ്റി ഹംസ യഥേഷ്ടം പിരിവ് നടത്തി. ഇതിനിടയിൽ നാട്ടുകാർ ഇടപെട്ട് ബ്ലൈൻഡ് ഹോമിൽ അംഗത്വം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഹംസ അത് സ്നേഹത്തോടെ തന്നെ നിരസിച്ചു. എന്നാൽ അതിനുശേഷം ഹംസയുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ നാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹംസയെ കൂടുതൽ നിരീക്ഷിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ കണ്ടെത്തിയത്. ഭിക്ഷാടനം നടത്തി കിട്ടിയ പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതും പുലർച്ചെ ആളൊഴിഞ്ഞിടത്തേക്ക് നടന്നു പോകുന്നതും നാട്ടുകാർ പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഹംസയെ പിടികൂടി ബാഗ് പരിശോധിച്ചപ്പോൾ കൗതുകകരമായ ചില വസ്തുക്കൾ കണ്ടെത്തി. അന്ധനെന്ന് പറഞ്ഞ ഹംസയുടെ ബാഗിലുണ്ടായിരുന്നത് മുഖം നോക്കുന്ന കണ്ണാടി, ചീപ്പ്, കത്രിക മുതലായ വസ്തുക്കൾ. നാട്ടുകാരെ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, നാട്ടുകാർ തന്നെയാണ് പറ്റിക്കുന്നത് എന്നായിരുന്നു മറുപടി. ആദ്യം പറഞ്ഞു നിൽക്കാൻ നോക്കിയെങ്കിലും നാട്ടുകാർ പിടികൂടിയതോടെ ഹംസ സത്യം പറഞ്ഞു. ഒടുവിൽ ടീം വളാഞ്ചേരി കൂട്ടായ്മ പ്രവർത്തകർ ഹംസയെ സ്വന്തം നാടായ കോട്ടയത്തേക്ക് കയറ്റിവിട്ടു. ഇനി ഇത് ആവർത്തിച്ചാൽ പോലീസിനെ അറിയിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 തിരൂർ. കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നവരിൽ പലരും വിൽപ്പന രേഖകൾ സൂക്ഷിക്കാറില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും കേസുകളും ഉണ്ടായാലാണ് ആകെ പൊന്നാപ്പാകുന്നത്. പ്രത്യേകിച്ച് പരാതികൾ കോടതിയിലെത്തിയാൽ രേഖകളും തെളിവും ആവശ്യമാണ്. കൊല്ലം പൂവറ്റൂരിലെ ഒരു ക്ഷീര കർഷകൻ ഒരു പശുവിനെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയും കേസും കോടതി വരെ എത്തി. ഒടുവിൽ കോടതി ഉപഭോക്താവിനെ കബളിപ്പിച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടു. കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് അപൂർവമായ ഈ കേസിൽ ഉപഭോക്താവിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചത്. പുത്തൂർ മടത്തിനാപ്പുഴ സ്വദേശി രമണനാണ് 2023 ഫെബ്രുവരിയിൽ ഇടനിലക്കാർ മുഖേന ഒരു പശുവിനെ വാങ്ങിയത്. 12 ലിറ്റർ പാൽ പ്രതിദിനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് 56,000 രൂപ നൽകിയായിരുന്നു പശുവിനെ വാങ്ങിയത്. ആറ്റുവാശ്ശേരി സ്വദേശികളായ കാഞ്ഞിരംവിളയിൽ ഉണ്ണികൃഷ്ണപിള്ള, ഭാര്യ ജയലക്ഷ്മി എന്നിവരിൽ നിന്നും വാങ്ങിയ പശു 6 ലിറ്റർ മാത്രം പാൽ നൽകിയതിനെ തുടർന്നാണ് ഉപഭോക്താവായ രമണൻ കോടതിയെ സമീപിച്ചത്. മാർച്ച് 11 പശു പ്രസവിച്ചെന്നും മാർച്ച് 16 മുതൽ പാൽ കുളക്കട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നൽകി തുടങ്ങിയെന്നും ഹർജിയിൽ വ്യക്തമാക്കി. എന്നാൽ ദിവസേന ലഭിച്ചത് 6 ലിറ്റർ മാത്രം പാൽ. കേസിന്റെ വിചാരണയ്ക്കിടെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണപിള്ള മരിച്ചു. തുടർന്ന് ഭാര്യ ജയലക്ഷ്മിക്കെതിരെ വിധി പ്രസ്താവിക്കുകയായിരുന്നു. കുളക്കട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ കൊടുത്തിട്ടുള്ള റെസീപ്റ്റുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുത്തൂർ പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് കൊടുത്ത പിന്നെ കംപ്ലയിൻറ്റ്, കൊല്ലം ജില്ലാ റൂറൽ SP-ക്ക് കൊടുത്തതിൻ്റെ കംപ്ലയിൻറ്റ്, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി തയ്യാറാക്കിയിട്ടുള്ള എൻക്വയറി റിപ്പോർട്ട്, പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, അതായത് നമ്മൾ കൊടുത്ത കേസിനകത്ത് അവരെ വിളിച്ചു വരുത്തിയിട്ട് പോലീസ് അവരിൽ നിന്ന് എടുത്ത മൊഴി, ആ മൊഴിയുടെ രേഖയും നമ്മൾ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. കമ്മീഷൻ വിധിച്ച പ്രകാരം രണ്ടാം പ്രതിയായ ജയലക്ഷ്മി ഹർജിക്കാരന് 56,000 രൂപയും മാനസിക പീഡനത്തിന് നഷ്ടപരിഹാരമായി 26,000 രൂപയും കൂടാതെ 10,000 രൂപ കോടതി ചെലവിനായും അടയ്ക്കണം. തുക 45 ദിവസത്തിനുള്ളിൽ നൽകാത്ത പക്ഷം 9% വാർഷിക പലിശയോടുകൂടി അടയ്ക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിധിയിൽ തൃപ്തനെന്ന് പരാതിക്കാരനും ക്ഷീരകർഷകനുമായ രമണൻ പറയുന്നു. വിധിയിൽ തൃപ്തിയുണ്ട്. 12 ലിറ്റർ പാല് പറഞ്ഞ് തന്നെയാണ്. ഈ 6 ചില്ലറ പാല് കിട്ടിയുള്ളൂ. അവരുടെ വീട്ടിൽ ചെന്ന് പറയുന്നതിനൊക്കെ അവർ കേട്ടില്ല. കേസ് കൊടുത്തനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തനൊക്കെ അത് അനുകൂലമായിട്ട് വന്നില്ല. SP ഓഫീസിൽ കൊടുത്തു. എന്നിട്ട് അവിടുന്ന് അന്വേഷണം വന്ന് എന്നിട്ടും ഇതായില്ല. പിന്നെ കോടതി പോകാൻ പറഞ്ഞ് അവർ പോലീസുകാർ പറഞ്ഞു കോടതി പോകാൻ പറഞ്ഞു. ഉപഭോക്തൃ കോടതി അങ്ങനെ പോയി.
കേസിൽ കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷണറായ SK ശ്രീല, സ്റ്റാൻലി ഹറോൾഡ് എന്നിവരാണ് വിധി പറഞ്ഞത്. ഹർജിക്കാരന്റെ വക്കീലായി അഡ്വക്കേറ്റ് പ്രവീൺ P. പൂവറ്റൂരായിരുന്നു ഹാജരായത്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം നെടുമങ്ങാടിന് സമീപം അഴീക്കോട്ടെ നാട്ടുകാർക്ക് കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. CPM SDPI സംഘർഷവുമായി ബന്ധപ്പെട്ട് വ്യാപക അക്രമമുണ്ടാകുന്നു. CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു സംഘർഷം. പിന്നാലെ വാഹനങ്ങൾക്കും വീടുകൾക്കും നേരെ അക്രമം. ആംബുലൻസ് ഉൾപ്പെടെ തല്ലി തകർത്തു. അതിൻ്റെ പ്രതികാരമായി DYFIയുടെ ആംബുലൻസ് SDPIയും കത്തിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. രാത്രി 10 മണിയോടെ അഴീക്കോട് ജംഗ്ഷനിലായിരുന്നു സംഭവം. CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. കമ്പിപ്പാര കൊണ്ടായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ദീപു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു പിന്നാലെ SDPI പ്രവർത്തകനായ നാദിർ ഷായുടെ പള്ളിമുക്ക് ജംഗ്ഷനിലെ വീടിന്റെ ജനൽ ഗ്ലാസുകളും സമദിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന SDPIയുടെ ആംബുലൻസിന്റെ ഗ്ലാസും തകർത്തു. സമദിന്റെ മാരുതി ഓൾട്ടോ കാറിന്റെ ഗ്ലാസും ചെടിച്ചട്ടികളും തകർത്തു. തുടർന്ന് പുലർച്ചെ 1 മണിയോടുകൂടി DYFIയുടെ ആംബുലൻസ് ആക്രമിച്ചു. നെടുമങ്ങാട് ആശുപത്രിക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസാണ് കത്തിച്ചത്. ഈ മാസം 4-ാം തീയതി മുതൽ പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബ്ദ മലിനീകരണവും വായു മലിനീകരണവും കാരണം കേരളത്തിലെ നഗരമേഖലകളിൽ ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വാഹനങ്ങളിലെ എയർ ഹോണുകളാണ് ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും രംഗത്തിറങ്ങി. കൊച്ചിയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ കയറ്റി പരസ്യമായി നശിപ്പിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ശബ്ദമലിനീകരണത്തിന് വലിയൊരളവ് വരെ തടയിടാൻ കഴിയുന്നതാണ് പുതിയ തീരുമാനം. ഉയർന്ന ഡെസിബൽ ഹോണുകൾ ഉപയോഗിക്കുന്നത് മൂലം ഗതാഗത സംവിധാനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിയമം മൂലം നിരോധിച്ചെങ്കിലും ഇപ്പോഴും പല വാഹനങ്ങളിലും ഇത് ഘടിപ്പിച്ചിരിക്കുന്നതിനാലാണ് നടപടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ തുടരുകയാണ്. എയർ ഹോണുകൾ പിടിച്ചെടുക്കണമെന്ന ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയത്. പിടിച്ചെടുത്ത ഹോണുകൾ പരസ്യമായി നശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഇവ നശിപ്പിച്ചത്. മണ്ണുമാന്തി യന്ത്രത്തിൽ റോളർ ഘടിപ്പിച്ചായിരുന്നു നടപടി. 500ഓളം എയർ ഹോണുകളാണ് ഈ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്ന് മാത്രമായി പിടിച്ചെടുത്തത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളിലാണ് എയർ ഹോണുകൾ കൂടുതലായി കാണുന്നതെന്ന് MVD ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് പല ദിവസങ്ങളിലായിട്ട് പലരും ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ചെയ്ത ചെക്കിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് റിപ്പോർട്ടാക്കിയിട്ട് RTO പബ്ലിഷ് ചെയ്യും. എറണാകുളം ജില്ലയിലെ മറ്റിടങ്ങളിലും പരിശോധന തുടരുകയാണ്. എയർ ഹോണുകൾ പിടിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതും മോട്ടോർ വാഹന വകുപ്പ് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ നിയമം കർശനമാണെന്ന് ഇവിടേക്കെത്തുന്ന മറ്റുള്ളവരെ കൂടി അറിയിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. പിടിച്ചെടുത്ത ഭൂരിഭാഗം എയർ ഹോണുകളും ഇതര സംസ്ഥാനങ്ങളിലെ വലിയ വാഹനങ്ങളിൽ ഘടിപ്പിച്ചവയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ദീപാവലി ആഘോഷത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്തും വടക്കേന്ത്യയിലെ പല നഗരങ്ങളിലും ജനങ്ങൾ വായു മലിനീകരണം കാരണം ശ്വാസം മുട്ടാറുണ്ട്. എന്നാൽ ഇത്തവണ ഡൽഹിക്ക് പിന്നാലെ തിരുവനന്തപുരത്തെ വായു നിലവാര സൂചികയും മോശം നിലയിലായി. ദീപാവലി ദിവസം രാവിലെ
തിരുവനന്തപുരത്തെ AQI അളവ് 205 ഇത് മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാം. ബംഗളൂരു, ഹൈദരാബാദ് പോലുള്ള ദക്ഷിണേന്ത്യൻ നഗരങ്ങളെക്കാൾ മോശമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പടക്കം പൊട്ടിച്ചതാണ് വായു മലിനീകരണം രൂക്ഷമായി. മൂടിക്കെട്ടിയ അന്തരീക്ഷവും മലിനീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചതാണ് വായു നിലവാര സൂചിക മോശം അവസ്ഥയിലെത്താൻ കാരണമായതെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല എസ് സ്ഥിരീകരിച്ചു. രാത്രി 8 മണി തൊട്ട് 12 മണി വരെ നമ്മുടെ വാല്യൂസ് കൂടുതലായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാല്യൂസ് ഈ ക്രാക്കേഴ്സിന്റെ ആ ഒരു 8 മണി തൊട്ട് 10 മണി വരെയുള്ള ടൈമിലുള്ള പൊട്ടിച്ചതിന്റെ എഫക്റ്റാണ് നമുക്ക് ആ ടൈമിൽ കിട്ടിയത്. 1 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് വാല്യൂസ് ചെറുതായിട്ട് മാറി തുടങ്ങിയായിരുന്നു. ഏതാണ്ട് ഒരു 1 മണി വരെ ആ വാല്യൂസ് ഇങ്ങനെ ഏകദേശം കൂടി തന്നെ നിൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിവതും ഈ ഹരിത പടക്കങ്ങളും അതുപോലെ നമ്മുടെ പഴയ കൺവെൻഷൻ ടൈപ്പ് പടക്കങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ദീപാവലി ദിവസത്തെ ആഘോഷങ്ങളും മൂടിക്കെട്ടിയ അന്തരീക്ഷവും കാരണമാണ് തിരുവനന്തപുരത്തെ വായു നിലവാരം മോശം അവസ്ഥയിലെത്തിയത്. ഒപ്പം ചൈനീസ് പടക്കങ്ങൾ പോലെയുള്ള ഫാൻസി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ഇതിന്റെ ആക്കം കൂട്ടിയതായി മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഒരൊറ്റ രാത്രി കുറച്ച് മണിക്കൂറുകൾ തിരുവനന്തപുരം നഗരം ഒരു ഗ്യാസ് ചേമ്പറിന് സമാനമായിരുന്നു. ദീപാവലി എന്നത് ദീപങ്ങളുടെ ഉത്സവമാണ്, അല്ലാതെ പടക്കങ്ങളുടെ അല്ല. ന്യൂസ് 18 വേണ്ടി അജയ് സുധ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നിരവധി കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനൽ കൊടിമരം ജോസ് പിടിയിൽ. കൊലപാതകവും കവർച്ചയുമടക്കം 20-ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജോസിനെ എറണാകുളം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി റെയിൽവേ ട്രാക്കിൽ തള്ളിയ ശേഷം കവർച്ച നടത്തിയ കേസിലാണ് ജോസിനെ പിടികൂടിയത്. പാലക്കാട് അട്ടപ്പാടി അഞ്ചക്കൊമ്പ് ഉന്നതിയിലെ വള്ളിയമ്മ കൊല്ലപ്പെട്ടത് തലക്കടിയേറ്റെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കസ്റ്റഡിയിലുള്ള പങ്കാളിയായ പഴനി വിറകുകൊള്ളി കൊണ്ട് തലക്കടിച്ച് കൊന്നതാണെന്ന് സമ്മതിച്ചിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അടുത്ത ദിവസം റിമാൻഡ് ചെയ്യും. മരണം കൊലപാതകമാണെന്ന് ഉറപ്പിക്കുന്നതാണ് വള്ളിയമ്മയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരം വർക്കല ഐരൂരിൽ പാലത്തിന് സമീപം ഓടയിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. പ്രദേശവാസിയായ വിനോദ് എന്ന യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശക്തമായ ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത്. മകളുടെ ഭർത്താവിന്റെ മരണത്തിൽ അമ്മായിയമ്മ അറസ്റ്റ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മരുമകൻ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച സംഭവത്തിലാണ് ഭാര്യാമാതാവ് അറസ്റ്റിലായത്. ചൂതാട്ടവും ആക്രമണവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ 27-കാരൻ പർവേഷ് ലാൽജി ശനിയാഴ്ചയാണ് തലക്കേറ്റ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസും തലസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും വർദ്ധിക്കുന്നതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ പോലും സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷ ഒരുക്കാൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയേണ്ടി വരും. IT മേഖലകളിൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള മോശം പെരുമാറ്റം, യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അതിക്രമം, തൊഴിൽ പീഡനം തുടങ്ങി ഒട്ടേറെ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. നേരത്തെ വനിതാ ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയാനും പരാതികൾ കേൾക്കാനും ടെക്നോ പാർക്കിലെ പ്രധാന കവാടത്തിൽ പോലീസിൻ്റെ വനിതാ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് അടച്ചുപൂട്ടിയ നിലയിലാണ്. പ്രധാന നഗരങ്ങളിൽ പോലും രാത്രികാല പട്രോളിങ്ങും പോലീസ് സാന്നിധ്യവുമില്ല. ഇവിടെ ആരാണ് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. നിയമവും നിയമ സംവിധാനങ്ങളും ശക്തിപ്പെട്ടാൽ അക്രമങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുമെന്ന് നമ്മുടെ ഭരണകൂടം തിരിച്ചറിയണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.